എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും SFI നേതാവുമായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രാരംഭ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ. കൊലപാതകം നടന്ന് 7 വർഷമാകുമ്പോഴാണ് കേസ് വിചാരണയിലേക്ക് എത്തുന്നത്. 16 പ്രതികളുള്ള കേസിൽ 125 സാക്ഷികളുണ്ട്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഒരുപാട് ചർച്ചയായ ഒരു കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ എണ്ണം 16. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? വിചാരണയുമായി ബന്ധപ്പെട്ട എല്ലാ തയ്യാറെടുപ്പുകളും പ്രോസിക്യൂഷൻ പൂർത്തിയാക്കിയെന്ന് കരുതാം, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. പ്രാരംഭ വിചാരണ നടപടികളാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് ആരംഭിക്കുക. അവിടെ തന്നെയാണ് നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ പുരോഗമിക്കുന്നത്. അത് തീർന്നാലുടൻ തന്നെ ഈ അഭിമന്യു കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും വിചാരണ നീളുന്നതിനെതിരെ അഭിമന്യുവിന്റെ അമ്മ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയോട് എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു, നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ പ്രാരംഭ വിചാരണ നടപടികൾ ആരംഭിക്കുക. പ്രതികളെല്ലാം ഇന്ന് കോടതിയിൽ ഹാജരാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ 16 പ്രതികളാണുള്ളത്. ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് ഇതിൽ പ്രധാന പ്രതികളായിട്ടുള്ളത്. SFI നേതാവായിട്ടുള്ള അഭിമന്യു മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. അവിടെ ചുവരെഴുത്ത് ബന്ധപ്പെട്ടൊരു തർക്കമാണ് അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്താൻ കാരണം. അന്ന് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് കൂടിയായിരുന്നു. പിന്നീട് പ്രതികളെ പിടികൂടാതിരുന്നതും ഒന്നാം പ്രതിയായിട്ടുള്ള സഹലിനെയൊക്കെ പിടികൂടാൻ വൈകിയതൊക്കെ പോലീസിന് നേരെ വലിയ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാന പ്രതി പോലീസിന് മുന്നിൽ കീഴടങ്ങുകയൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ വളരെ വിവാദമായിരുന്ന ഒരു കേസ് കൂടിയായിരുന്നു. പ്രതികൾക്കെതിരെ പ്രധാനമായും കൊലപാതകം, സംഘം ചേർന്ന് മർദ്ദിക്കൽ, വധിക്കണമെന്ന ഉദ്ദേശത്തോടെ മുറിവേൽപ്പിക്കൽ, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ 16 പ്രതികൾക്കും സെപ്റ്റംബറിൽ തന്നെ 1 മുതൽ 16 വരെയുള്ള പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റപത്രം സെപ്റ്റംബറിൽ തന്നെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വർഷങ്ങൾ നീണ്ട ഈ കേസിലാണ് ഇപ്പോൾ വിചാരണ നടപടികൾ, പ്രാരംഭ നടപടികൾ ആരംഭിക്കാനിരിക്കുന്നത്. അതിനിടെ ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും കുറ്റപത്രം അടക്കമുള്ള രേഖകൾ കാണാതെ പോയതും വലിയ വിവാദമായിരുന്നു. പിന്നീട് പ്രോസിക്യൂഷന്റെ കയ്യിലുള്ള കോപ്പികൾ ശേഖരിച്ച് അതായിരുന്നു കോടതിയിൽ സമർപ്പിച്ചത്. അതിനെതിരെ പ്രതികൾ ഹർജി നൽകുകയും ചെയ്തിരുന്നു. ഈ സമർപ്പിച്ച രേഖകളിൽ തങ്ങൾക്ക് വിശ്വാസമില്ല, അത് തങ്ങളെ ഈ നഷ്ടപ്പെട്ടു പോയ രേഖകൾ തന്നെയാണോ സമർപ്പിച്ചതിൽ നിന്നൊക്കെ വലിയ ആശങ്കകൾ പ്രതികൾ നൽകിയിരുന്നു. അത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് അല്ലെങ്കിൽ കേസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയായിരുന്നു അന്ന് പ്രതികൾ നൽകിയത്. പക്ഷേ കോടതി അതിനെ തള്ളുകയും വിചാരണ നേരിടണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ കേരളത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയായിരുന്നു. ഒപ്പം ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിൽ ഈ പ്രധാനപ്പെട്ട ഒരു കേസായി അഭിമന്യു കൊലപാതകം തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. അങ്ങനെ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ വിചാരണയിലെ പ്രാരംഭ നടപടികളായിരിക്കും ഇന്ന് ആരംഭിക്കുക. ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാകുന്ന വേളയിൽ ഇതിന്റെയും വിചാരണ വേഗത്തിലാക്കുമെന്നാണ് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുന്നത്. ശരി.